ഹലോ ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആര്യൻസ് അമ്മ. അപ്പോൾ ഇന്ന് ആദിക്കുട്ടൻ്റെ സ്കൂളിലെ അഡ്മിഷനെ പറ്റിയിട്ടൊരു വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതേ സ്കൂളിൽ ചേർത്തു, പ്ലേ സ്കൂളിലാണ് ചേർത്തത്. അപ്പോൾ പ്ലേ സ്കൂളിൻ്റെ അഡ്മിഷൻ ദിവസത്തെ ഒരു ഷോർട്ട് വ്ലോഗ്, ഹൗ ആ ഡേ വെൻറ്റ് ലൈക്ക്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ രാവിലെ എനിക്ക് നല്ല മടിയുള്ള ആളാണ് ഞാൻ. പക്ഷേ ചില ദിവസങ്ങളിൽ നമ്മൾ ഇത്തിരി നേരത്തെ എണീറ്റേ പറ്റുള്ളൂ. എസ്പെഷ്യലി ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ആദ്യകൂട്ടം എണീക്കുന്നതിന് മുന്നേ എണീച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് വിളക്ക് തേച്ച് വിളക്ക് കഴുകി അതെല്ലാം റെഡിയാക്കി പ്രാർത്ഥിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് വേണം ആദ്യകൂട്ടനെ വിളിച്ച് ആദ്യകൂട്ടനെ കുളിപ്പിച്ച് റെഡിയാക്കിയൊക്കെ എവറി ഡേ ഈസ് നോട്ട് ദ സെയിം അല്ലേ. നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെയുള്ള കാര്യങ്ങളായിരിക്കണം ലൈഫിൽ സംഭവിക്കാമെന്നില്ല. സോ അതിനനുസരിച്ച് നമ്മളെ ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിലും അത് ആ ഒരു സ്കില്ല് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി. നമുക്ക് ചിലർ പറയും എല്ലാ ദിവസവും ഞാൻ 4 മണിക്ക് എണീക്കും എന്നാലേ എൻ്റെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. സോ വെനെവർ യു ഫീൽ ലൈക്ക് റെസ്റ്റ്, ഇച്ചിരി നേരം കൂടുതൽ ഉറങ്ങണമെന്ന് തോന്നുമ്പോൾ ഉറങ്ങുക, ഇച്ചിരി നേരം കൂടുതലൊന്ന് സ്ട്രെച്ച് ചെയ്ത് രാത്രി ഇരിക്കണമെന്ന് തോന്നുമ്പോൾ ഇരിക്കുക, ഒരു മൂവി കാണുക, അതൊക്കെ ഒരു ഫണ്ണാണ്. അപ്പം എൻ്റെ ഡേ തുടങ്ങിയതും തീരുന്നതും ഒക്കെ യൂഷ്വലി ഇത് തന്നെയാണ്, നമ്മുടെ ഭഗവാനിൽ തന്നെയാണ്. നമ്മൾ കൃഷ്ണനിലാണ്. ആക്ച്വലി ഞാൻ അമ്പലപ്പുഴക്കാരി ആയതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അങ്ങനെ ആയിരിക്കും. നമ്മൾ ഏതാണോ നമ്മുടെ ദേശനാഥൻ, നമ്മുടെ ദേശത്തിൻ്റെ നാഥൻ ഏതാണോ അതായിരിക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും ആദ്യം വരുന്നൊരു ഭഗവാൻ എന്നതിൻ്റെ ഒരു ഫിഗർ. അപ്പം ഞങ്ങളുടെയൊക്കെ കേസിൽ കൃഷ്ണനാണ്. ഇപ്പം നമ്മൾ ദേവിയുടെ അമ്പലത്തിൽ പോയാലും ഏത് ശിവൻ്റെ അമ്പലത്തിൽ പോയാലും നമ്മൾ കൃഷ്ണ എന്നാണ് ആദ്യം നമുക്ക് വരുന്നത്. അത് ബൈ ഡിഫോൾട്ട് അങ്ങനെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ ദിവസം തുടങ്ങി ഞാൻ വിളക്ക് കത്തിച്ചു, വിളക്കൊക്കെ ആദ്യം തേച്ചു വൃത്തിയാക്കി, അതിനുശേഷം വിളക്ക് കത്തിച്ചു. അതിനുശേഷമാണ് ആദ്യകൂട്ടനെ വിളിക്കുന്ന ഒരു സ്റ്റെപ്പിലോട്ട് കടന്ന് ആദ്യയുടെ കാര്യങ്ങളും ആദ്യം ബ്രഷ് ചെയ്യിപ്പിക്കുന്നതൊക്കെ. ആദ്യം ഇച്ചിരി മടിയനാണ് ബ്രഷ് ചെയ്യാനൊക്കെ. ആദ്യം വിളിക്കുമ്പോഴേ പറയും എനിക്ക് ബ്രഷ് ചെയ്യണ്ട എന്ന് പറയും. എനിക്കറിയില്ല എത്ര പേരങ്ങനെയാണ്. ചിലർ പറയുമോ കുഞ്ഞെണീക്കും പല്ലേക്കും കുളിക്കും, അതിക്കൊണ്ടൊരു ഇച്ചിരി മടിയാണ്. പക്ഷെ ഞാൻ മാക്സിമം രാവിലെ തന്നെ ആദ്യം പല്ലേപ്പിച്ച് കുളിപ്പിക്കാൻ നോക്കും. കാരണം ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ് അവനെ കുളിപ്പിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ആ പല്ലേക്കുന്ന കൂട്ടത്തിൽ തന്നെ ആ പ്രോസസ്സ് കുളിക്കുകയും കൂടെ അങ്ങ് ചെയ്ത് തീർക്കും. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ആൾ ഫ്രീ ആയില്ല. പിന്നെ ഇടയ്ക്ക് കളിക്കുന്നതിനിടയ്ക്ക് വിളിച്ച് കഴിഞ്ഞാൽ കൂടുതൽ മടിയാവും ആൾക്ക്. അപ്പോൾ അങ്ങനെ ആ പ്രോസസ്സ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മിക്കവാറും യൂഷ്വലി തീർക്കാറുണ്ട്. പിന്നെ പിള്ളേർക്ക് എപ്പോഴും ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുന്നത് അവർക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു റൂട്ടീൻ, അതായത് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന സമയമല്ല. സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞുങ്ങളാണ്, അവർ ചിലപ്പോൾ രാത്രി കിടക്കാൻ ലേറ്റായാൽ രാവിലെ എണീക്കാൻ ലേറ്റാവും, അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷേ ആ റൂട്ടീൻ, അതായത് ഞാൻ പറയുന്നത് എണീറ്റു, പല്ല് തേച്ചു, കുളിച്ചു, ഡ്രസ്സ് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അവർ കുറച്ച് നേരം കളിച്ചു, പിന്നെ ആരെങ്കിലും അവർ പുറത്ത് കൊണ്ടുപോകാനുണ്ടെങ്കിൽ ഔട്ട്ഡോർ കളിച്ചു. അപ്പോൾ നമുക്കൊക്കെ ഇവിടെ നിന്ന് ആരെങ്കിലും വേണം കുഞ്ഞുങ്ങളെ പുറത്ത് കൊണ്ടുപോകാൻ, കാരണം അപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട്. അപ്പം അങ്ങനെ ഒരു റൂട്ടീൻ ഫോളോ ചെയ്താൽ പിന്നെ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു ഉറങ്ങി, വീണ്ടും വൈകിട്ട് ഇച്ചിരി നേരം ഔട്ട്ഡോർ കൊടുത്തു, പിന്നെ വന്നു ഉള്ളിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തു, കിടന്നുറങ്ങി. അങ്ങനെ ഒരു റൂട്ടീൻ ഫോളോ ചെയ്താൽ അവരത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും, അവരതുമായിട്ട് സ്റ്റിക്ക് ഓൺ ആവും. അപ്പോൾ ആദ്യകൂട്ടൻ ഇന്ന് ഇത്തിരി നെയിൽസൊക്കെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എണീറ്റു, ഞാൻ പല്ലേപ്പിച്ചു, കുളിപ്പിച്ചു. അതിനുശേഷം ആ ഭക്ഷണം കൂടെ ആദ്യകൂട്ടൻ്റെ വയറ്റിൽ പോകും. പുഴു ഇതിനകത്ത് ഇരിക്കുമല്ലേ, നമ്മൾ മമ്മന്തി കൈയിട്ട് അന്ന് വെക്കുമ്പോൾ പുഴു ഭക്ഷണം കൂടെ വയറ്റിൽ പോയിട്ട് പാപ്പി വേദനിക്കും. എന്നിട്ട് പാപ്പി വേദനിക്കും, അത്രേ ഉള്ളൂ. ടീത്ത് വൃത്തിയായോ? സൂപ്പറാ. അപ്പം നെയിൽസ് കട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പം ആദ്യകൂട്ടനോട് പറഞ്ഞ സ്റ്റോറി. പാപ്പി വേദന എന്ന് പറഞ്ഞാൽ ആദ്യകൂട്ടന് വയറുവേദന എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകൂട്ടന് മനസ്സിലാവും. അപ്പം നെയിൽസ് കട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും എന്നുള്ള സ്റ്റോറിയൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ നെയിൽസൊക്കെ കട്ട് ചെയ്ത ആളെ ഉടുപ്പിടിച്ചിട്ട് നമ്മൾ ആദ്യകൂട്ടം പ്രാർത്ഥിച്ചു. ആദ്യകൂട്ടൻ എന്നും വിളക്ക് എത്തിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ഇഷ്ടമാണ്. അമ്പൂട്ടി പൊട്ട് തൊടാൻ, ചന്ദനം തൊടാൻ അങ്ങനെയൊക്കെയുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. എത്ര നാളത്തേക്കാണെന്ന് അറിയില്ല, പിള്ളേരുടെ കാര്യം. അപ്പം അതിനുശേഷം ഞങ്ങളിവിടെ ഒരു അമ്പലത്തിൽ പോകാനായിട്ട് ഡിസൈഡ് ചെയ്തു. ആക്ച്വലി വളരെ ക്ലോസ് ആയിട്ടാണ് അമ്പലം ഉള്ളത്. ഒരു കൃഷ്ണൻ്റെ അമ്പലമാണ്, വേണുഗോപാലസ്വാമി ടെമ്പിൾ എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ വളരെ കുഞ്ഞൊരു അമ്പലമാണ്. പക്ഷെ അത് ക്ലോസ് ആയിട്ടാണ്. പക്ഷെ അതിൻ്റെ അടുത്ത് വേറൊരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് ദേവനാണോ ദേവിയാണോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇന്നൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ സ്കൂട്ടറിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ മറ്റേ ടെമ്പിളിലൂടെ ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ സ്കൂട്ടർ എടുത്തിട്ട് ആദ്യം വേണുഗോപാൽ സ്വാമി ടെമ്പിളിൽ പോയി. വളരെ കുഞ്ഞു ടെമ്പിളാണ്. നമ്മുടെ നാട്ടിൽ, കേരളത്തിലെ പോലെ അല്ല ഇവിടെ, കർണാടകയിൽ എസ്പെഷ്യലി ബാംഗ്ലൂർ എല്ലാം കുഞ്ഞു കുഞ്ഞു ടെമ്പിളാണ്. ഒരു റൂമിൻ്റെ അത്രേ ഉള്ളൂ. നമ്മുടെ അമ്പലത്തിൻ്റെയൊക്കെ പകുതിയുടെ പകുതി എന്ന് പറയാം നമുക്ക്. അത്രയും കുഞ്ഞൊരു സെറ്റപ്പിലാണ് ഇവിടുത്തെ അമ്പലങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്.
അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ആ മറ്റേ അമ്പലത്തിലും പോയി. അതിലും കുഞ്ഞ് ടെമ്പിളാണ്. നമ്മുടെ ഒരു റൂമിൻ്റെ അത്രേ വരുള്ളൂ. നമ്മുടെ വീട്ടിലെ പൂജാമുറിയുടെ അത്രേ ഉണ്ടല്ലോ ആ ടെമ്പിൾ. അതൊരു ഗണപതിയുടെ ടെമ്പിളാണ്. പക്ഷേ ഭയങ്കര ഒരു പവർഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ അത് 2 സ്ഥലത്തും പോയിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സ്കൂളിലോട്ട് പോയി. വളരെ ക്ലോസ് ആയിട്ടാണ് സ്കൂൾ. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പ്രീ സ്കൂൾസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, നമ്മളെങ്ങനെ ചൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ കൂടുതൽ നോക്കിയത് പ്രോക്സിമിറ്റിയാണ്. കാരണം ഞങ്ങൾ 2 ഞാനും അരുണും ഓഫീസിൽ പോകുമ്പോൾ അമ്മയ്ക്ക് അവനെ കൂട്ടാൻ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇത്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്കൂളിൽ പോയി. സ്കൂളിലെ ഉള്ളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്നു അത് ഇറ്റ്സ് നോട്ട് റൈറ്റ് അല്ലേ, നമ്മളതൊരു ഇൻട്രൂഷൻ ഞാൻ ചെയ്തിട്ടില്ല സ്കൂളിൽ. സ്പേഷ്യസ് ആണ്, നല്ല സ്പേസും വെൻറ്റിലേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മേജർലി ഞാൻ നോക്കിയത്. കാരണം പ്ലേ സ്കൂളായിരുന്നു. അപ്പോൾ അവിടുന്ന് നമുക്കൊരു ഫോം കിട്ടി. ആദ്യക്കുട്ടൻ്റെ ഫോം ഫില്ല് ചെയ്തിട്ട് 2 ദിവസത്തിനുള്ളിൽ സ്കൂളിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ കൂട്ടത്തിലൊരു ഫാമിലി ഫോട്ടോഗ്രാഫ്, അതിൻ്റെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, പിന്നെ ഇവൻ്റെ വാക്സിനേഷൻ ഡീറ്റെയിൽസിൻ്റെ വാക്സിനേഷൻ കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട്, സിറോക്സ് കോപ്പിയൊക്കെ വെക്കും. പിന്നെ സ്കൂളിൽ നിന്നൊരു കിറ്റ് കിട്ടി. അതിനകത്ത് അവൻ്റെ ബാഗ്, ഇവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബാഗ്, പിന്നെ കുറച്ച് ബുക്സ്, മേജറായിട്ട് ഫ്ലാഷ് കാർഡ്സ്, പിന്നെ ഒരു റൈംസ് ബുക്ക്. നമ്മളൊക്കെ കുഞ്ഞിലെ പഠിച്ച LKG UKGയിലാണ് നമ്മൾ പഠിച്ചത്, അതുപോലത്തെ റൈംസ് ബുക്ക്, പിന്നെ ആൽഫബറ്റ്സ് ബുക്ക്, കളറിങ് ബുക്ക്, ഷേപ്സിൻ്റെ, വെജിറ്റബിൾസിൻ്റെ, ആനിമൽസ്, കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ്, അങ്ങനെ 3-4 കാറ്റഗറി ആയിട്ടുള്ള കുറച്ച് ബുക്സ്. ഇവർ സിലബസും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അതായത് ഓരോ മന്ത് ഓരോ തീമാണ്. അപ്പോൾ മെയിൻലി ജൂൺ ജൂലൈ ഒന്നും ഉണ്ടാവില്ല, ബിക്കോസ് അവർ സെറ്റിലിംഗ് പീരീഡ് ആയിട്ട് കാണും. പിന്നെ അത് കഴിയുമ്പോൾ ഒരു മാസം ഇപ്പം ഷേപ്സ്, ഒരു മാസം കളേഴ്സ്, ഒരു മാസം കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ്, ഒരു മാസം സീസൺസ്, അങ്ങനെ ഓരോ തീം വെച്ചിട്ടാണ് ഇവർ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇഫ് യു ഹാവ് ടൈം, നമുക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീട്ടിലും നമുക്കൊരു തീം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് അവരെ അതുമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ കുറച്ചധികം സ്റ്റേഷനറീസ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അതായത് ക്ലേ, മോഡലിംഗ് ക്ലേ, ക്രയോൺസ്, ഫെവിസ്റ്റിക്കിൻ്റെ സ്റ്റിക്ക്, ഫെവിക്കോള്, ഗമ്മായിട്ടുള്ളത്, പിന്നെ പോസ്റ്റർ കളേഴ്സ്, ഇതൊക്കെ അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളത്. പിന്നെ ഞാൻ ഇതിൽ കാണിക്കാൻ മറന്നുപോയ ഒരു സ്കെച്ച് ക്രയോൺസ് ഉണ്ടായിരുന്നു, വാട്ടർ ക്രയോൺസ്, പിന്നെ ഒരു ആർട്ട് ബുക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്കൂളിൽ അഡ്മിഷൻ എടുത്തു. നെക്സ്റ്റ് തേഴ്സ്ഡേ തൊട്ട് അത് സ്കൂളിലേക്ക്.